ഒരു ഫോം ഔട്ട് ഫസ്റ്റ് ഹാഫിന് ശേഷം രോഹിത് ശർമ്മയുടെ ഫോമിലേക്കുള്ള തിരിച്ചുവരവ് കഴിഞ്ഞ 2 മത്സരങ്ങളിൽ നമ്മൾ കണ്ടു. ആക്ച്വലി ഫോർ മീ എക്സ്പെക്ട് ചെയ്തേക്കാൾ നേരത്തെ ആ ഫോമിലേക്ക് തിരിച്ചു വരേണ്ടായത്. ഐ വാസ് എക്സ്പെക്ടിങ് ഹിം ടു ബി ബാക്ക് ഓൺ ഫോം ഇൻ ദിസ് മാച്ച്, വിച്ച് ഈസ് മാച്ച് നമ്പർ 45, മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ലക്നൗ സൂപ്പർ ജയൻസ്. മത്സരം നടക്കുന്നത് വാങ്കഡെ, മുംബൈയുടെ ഹോം ഗ്രൗണ്ടിൽ. എക്സ്പെക്റ്റഡ് ടു ബി എ റൺ ട്രാക്ക്. ഇറ്റ്സ് എ ഡേ ഗെയിം, സോ ദർ ഇസ് നോ ഡ്യൂ. അതായത് ടോസിന് അഡ്വാൻറ്റേജ് ഇല്ല. ടോസ് കിട്ടുന്ന ടീം ബാറ്റിംഗ് ഫസ്റ്റിനാണ് സാധ്യത ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് ഡ്യൂ. ആൻഡ് 200+ സ്കോർസ് എക്സ്പെക്റ്റഡ് ആണ്. ആൻഡ് ലെറ്റ്സ് ബി റിയലിസ്റ്റിക് ഹിയർ. ലക്നൗ ആ ടീം ഫേസ് ചെയ്യുന്നത് മുംബൈനെ ഇൻ ദെയർ ഹോം. സോ എനിക്ക് ഫോർ മീ ഐ ഡോണ്ട് തിങ്ക് ബോത്ത് ടീംസ് മെഷ് വെരി വെൽ. ഐ എം കംപ്ലീറ്റ്ലി എക്സ്പെക്ടിങ് മുംബൈ ടു വിൻ ഹിയർ. ലെറ്റ്സ് ബി റിയലിസ്റ്റിക്. മുംബൈ ഈസ് എ വെരി 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 സ്ട്രോങ് ടീം വെൻ കമ്പയർഡ് ടു ലക്നൗ. ലക്നൗവിൻ്റെ ബോളിംഗ്, ആ ബോളിംഗ് വാങ്കഡയിൽ എങ്ങനെ സ്പെയർ ചെയ്യുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കാരണം ഇറ്റ്സ് ഗോണ ബി രോഹിത് ശർമ്മ വേഴ്സസ് ഷർദുൽ താക്കൂർ. ഇറ്റ്സ് ഗോണ ബി റൺസ്, റൈറ്റ്? അൺലെസ് രോഹിത് ശർമ്മ പ്ലേസ് ലൈക്ക് രോഹിത് ശർമ്മ, അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടാവാതെ, ബാറ്റിംഗ് കൊളാപ്സ് ഫോർ മുംബൈ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഒഴിച്ച് നിർത്തിയാൽ ഐ എം കംപ്ലീറ്റ്ലി എക്സ്പെക്ടിങ് മുംബൈ ടു വിൻ ഹിയർ. ലക്നൗ എന്നുള്ള ടീം 3 ഓവർസീസ് പ്ലേയേഴ്സിനെ കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. അതായത് മിച്ചൽ മാർഷ്, ഐഡൻ മാക്രം ആൻഡ് നിക്കോളാസ് പൂറൻ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാറ്റിംഗ് എന്നുള്ളത് അവർ ക്ലിക്കായിട്ടില്ല. ഈ 3 പേരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ടീം, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടീം ലക്നൗ. Mumbai on the other hand, everyone is getting back to form at the right time it seems. So yeah, Mumbai is winning. Regarding the team, Rohit Sharma ne kedukka. I think top order for the Mumbai is completely preferable. Lucknow inde death bowler maybe Avesh Khanne pick cheya. I think that's it my preview. What do you think? Let me know in the comments.